പണ്ടേ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് രാവിലെ കഞ്ഞി കുടിക്കുകയോ ചോറുണ്ണുകയോ എന്ന് പറയുന്നത് ഭയങ്കര ദേഷ്യമുള്ള കാര്യം. എനിക്ക് എന്തെങ്കിലും പലഹാരം വേണം കഴിക്കാനായിട്ട്. അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഉണ്ടല്ലോ അമ്മ ചോറായിരിക്കും ഉണ്ടാക്കി വെക്കുന്നത്. ഇന്ന് രാവിലെ ചോറാ കേട്ടോ കഴിക്കാമെന്ന് പറയുമ്പോഴത്തേക്കിനുണ്ടല്ലോ എനിക്ക് ദേഷ്യം വന്നിട്ട് വാശി പിടിച്ച് ഇന്നൊന്നും കഴിക്കാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ പിണങ്ങിപ്പോയി അവിടെ ഇരിക്കും. കുറേ നേരമായിട്ട് ആടെയും വിളിയൊന്നും വരാത്ത കാണും വിശപ്പിൻ്റെ വിളിയും കാരണം ഉണ്ടല്ലോ ഞാൻ പയ്യെ അടുക്കളയിൽ ഇറങ്ങി ചെല്ലും. അവിടെ ചെന്നുമ്പോൾ നോക്കുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എന്താ, ഒരാളിന് നല്ല തട്ട്. ആര്? എൻ്റെ സ്വന്തം അമ്മയെ. ദാണ്ടേ ആ തലേദിവസത്തെ മീൻചട്ടിക്കകത്തില്ലേ ഇതുപോലെ ചോറിട്ട് അങ്ങോട്ട് ഇളക്കി നിന്ന് കഴിക്കുക. ഇത് എന്നെ കാണുമ്പോഴത്തേക്ക് എന്നെ ചോദ്യം വേണോ, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ കൊതി സഹിക്കാൻ വയ്യാഞ്ഞിട്ടുണ്ടല്ലോ വാശിയൊക്കെ അങ്ങോട്ട് മറന്നിട്ടില്ലേ, ഞാനും അവിടെ കയറിയിരുന്ന് അമ്മയുടെ കൂടെ 2-3 ഉരുള അങ്ങ് വാങ്ങിക്കും. പിന്നെ ആ ചട്ടി മൊത്തത്തോടെ എടുത്തത് ഇതുപോലെ വടിച്ച് തട്ടി അങ്ങ് കഴിക്കും. അപ്പോൾ അമ്മേൻ്റെ ഒരു ഡയലോഗും വിണ്ണം ജയിക്കുവോ വാശി ജയിക്കുവോ എന്ന്. പക്ഷെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ, ഒടുക്കത്തെ ടേസ്റ്റാണേ. നമ്മുടെ ഈ കഥ നടക്കുന്നത് 90s-ലൊക്കെ. അപ്പം ഞാൻ ഇതൊന്ന് റീക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ചെക്കന്മാരോട് ഇതൊക്കെ വന്നിച്ച് ഇതുപോലെ ചട്ടിയിലിട്ട് ഇളക്കിയിട്ട് ഇങ്ങനെ കഴിച്ചിട്ട് പറയും ഏട്ടാ ഭയങ്കര രുചിയാണെന്നൊക്കെ പറഞ്ഞ് ബിൽഡപ്പൊക്കെ കൊടുത്ത് ഇവന്മാരോട് വിളിക്കുമ്പോൾ ഇവന്മാരുടെ ഡയലോഗ്, അയ്യോ യക്കി, അമ്മയ്ക്ക് വേറെ പ്ലേറ്റൊന്നും കിട്ടിയില്ലേ, വേസ്റ്റ് ചട്ടിക്കകത്തിട്ടാണോ ഫുഡ് കഴിക്കുന്നതെന്ന്. അഹങ്കാരം അല്ലാതെ എന്ത് പറയാനായിട്ട്. ഇവന്മാർക്കിത് യക്കി, നമുക്കിത് യമ്മി. അല്ല ഇതിനെയാണ് ഇപ്പോൾ ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് വിളിക്കുന്നത്.